ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ അപ്ഡേറ്റ് കഴിഞ്ഞ് നമ്മുടെ ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റിൽ കൊണാമി എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല 8ൻ്റെ പണികൾ മാത്രമാണ് കൊണാമി കൊണ്ടുവന്നേക്കുന്നത്. അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് കൊണാമി ഒരു പാക്ക് അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്. ഒരു ഷോർട്ട് ടൈം പാക്കാണ്. ഇതിൽ നമ്മുടെ സാലിബ് അതുപോലെ തന്നെ വാൽവേയുടെ കോണ്ടയുടെ ഒക്കെ കാർഡുകളാണുള്ളത്. ഇതിൽ എന്താണ് പണിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം കൊണാമി ഈടെ ആയിട്ട് കുറച്ച് ഡിഫെൻസീവ് ആയിട്ടുള്ള സ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ഫോർട്രസ് അതുപോലെ തന്നെ നമ്മുടെ ഏരിയൽ ഫോർട്ട്. ഇങ്ങനെ ഒരുപാട് സ്കില്ല് കൊണാമി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഫ്രീ തന്ന കുറച്ച് കാർഡിനും ഇതുപോലുള്ള ഫോർട്രസ് എന്ന് പറയുന്ന സ്കില്ലൊക്കെ ഉണ്ട്. സോ ഇവിടെ എന്താണ് പണിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പാക്കിൽ കൊണാമി പുതിയൊരു ഡിഫെൻസീവ് ആയിട്ടുള്ള സ്കില്ല് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പേരാണ് നമ്മുടെ ലോങ് റീച്ച് ടാക്കിൾ. ഇത് മറ്റൊന്നുമല്ല, ടാക്കിൾ ചെയ്യുന്ന ടൈമിൽ നമുക്ക് കുറച്ചും കൂടി റീച്ച് കിട്ടും എന്നുള്ളതാണ്. സ്ലൈഡിങ് ടാക്കിളും അതുപോലെ തന്നെ നമുക്കെതിരെ നമ്മുടെ ഓപ്പണൻറ്റ് വരുന്ന ടൈമിൽ ഈ ഒരു പ്ലേയേഴ്സിന് പെട്ടെന്ന് തന്നെ ടാക്കിൾ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു റീച്ചും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും എന്നുള്ളൊരു കാര്യമാണ്. ഒരുപക്ഷെ നമ്മുടെ ഗെയിമിൽ മുന്നേ ഉണ്ടായിരുന്ന ഒരു ബഗ്ഗായിരുന്നു. പാസ്സൊക്കെ ചെയ്യുന്ന ടൈമിൽ ഡിഫെൻസീവ് പ്ലേയേഴ്സ് അമാനുഷികമായിട്ട് കാലൊക്കെ നീട്ടി വെച്ച് ബോളും കാര്യങ്ങളൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ടാവും. ആ ഒരു ബഗ്ഗായിരിക്കും കൊണാമി ഇതുപോലുള്ള സ്പെഷ്യൽ സ്കില്ലായിട്ട് കൊണ്ടുവന്നേക്കുന്നത്. ഇതിലെ പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോർട്രസ് പോലുള്ള ഇതുപോലുള്ള സ്പെഷ്യൽ സ്കില്ല് കൊണാമി നമുക്ക് കഴിഞ്ഞ അപ്ഡേറ്റിലൊക്കെ ഫ്രീ ആയിട്ട് തന്ന കാർഡിലുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും കൊണാമി എന്തെങ്കിലും ഒരു കാര്യം ഫ്രീ ആയിട്ട് തരുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ പവറൊക്കെ കമ്മിങ് അപ്ഡേറ്റിൽ തീർച്ചയായിട്ടും കുറയ്ക്കും എന്നുള്ളതാണ്. ആ ഒരു കാര്യം തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. കാരണം നമ്മുടെ കുറച്ച് കാലങ്ങളായിട്ടുള്ള നമ്മുടെ ഗെയിം പ്ലേയിൽ നമ്മുടെ ഡിഫെൻസീവ് ആയിട്ടുള്ള എബിലിറ്റിയിൽ ഒരുപാട് ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈയിടെ വന്ന നമ്മുടെ വേർഷൻ അപ്ഡേറ്റിൽ നമ്മുടെ ഗോൾ കീപ്പറുടെ ഒക്കെ ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഗെയിമിൽ കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ഇതുപോലെ ഫോർട്രസ് പോലുള്ള സ്പെഷ്യൽ സ്കില്ലും കാര്യങ്ങളൊക്കെയുള്ള പ്ലേസ് നന്നായിട്ട് കളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈടായിട്ട് ആ ഒരു പവറും കാര്യങ്ങളൊക്കെ കുറവുള്ളതായിട്ട് ഒരുപാട് പേർക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കും തോന്നിയിട്ടുണ്ട്. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ ആണ് കൊണാമി സംതിങ് ന്യൂ നമ്മുടെ ഗെയിമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത്. അത് തന്നെയാണ് നമ്മുടെ ലോങ് റീച്ച് ടാക്കിൾ എന്ന് പറയുന്ന ഒരു സ്കില്ലായിട്ട് കൊണാമി കൊണ്ടുവന്നേക്കുന്നത്. ഇതുവഴി കൊണാമി എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഡിഫെൻസീവ് ആയിട്ടുള്ള സ്പെഷ്യൽ സ്കില്ലും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന ടൈമിൽ നമ്മുടെ ഡിഫെൻസീവ് ആയിട്ടുള്ള പ്ലേയേഴ്സിന് പവറും കാര്യങ്ങളൊക്കെ കുറവുള്ളതായിട്ട് നമുക്ക് മുന്നേ കളിച്ച കളിയിൽ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് കറക്കിയെടുക്കാനുള്ള ഒരു ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ പ്ലേയേഴ്സിന് കൂടും. കാരണം നമുക്ക് ഓൾറെഡി ഉള്ള സ്കില്ലും കാര്യങ്ങളൊന്നും വർക്കൗട്ട് ആവുന്നില്ല എന്നുള്ളൊരു ഫീലും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസേഴ്സിലേക്ക് കൊണാമി ഓൾറെഡി എത്തിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കോയിനും കാര്യങ്ങളൊക്കെ മുടക്കി ഈ ഒരു പാക്കൊക്കെ എടുക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു സ്കില്ലിന് തീർച്ചയായിട്ടും OP ആയിട്ടുള്ള പവറൊക്കെ നമുക്കിനി തീർച്ചയായിട്ടും കൊണാമി അടുത്തൊരു സ്കില്ല് കൊണ്ടുവരുന്നവരെങ്കിലും ഗെയിമിൽ ഉണ്ടാവുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചില റിവ്യൂവും കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് ഒരുപാട് യൂസേഴ്സ് ഈ ഒരു പാക്ക് അല്ലെങ്കിൽ വരുന്ന എപ്പിക് പാക്കിലൊക്കെ ഇതുപോലുള്ള സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊക്കെയുള്ള ഡിമാൻഡ് അല്ലെങ്കിൽ കോയിൻ പർച്ചേസ് ചെയ്തിട്ട് യൂസേഴ്സ് വാങ്ങിക്കാനുള്ള ടെൻഡൻസി കൊണാമി ഓൾറെഡി ക്രിയേറ്റ് ആക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റൊരു ചതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊണാമിയുടെ ബിസിനസ് കോയിൻ പർച്ചേസ് തന്നെയാണ്. എത്രത്തോളം കോയിൻ പർച്ചേസ് ചെയ്യുന്നു അത് തന്നെയാണ് അവരുടെ ബിസിനസ്സും, അത് തന്നെയാണ് അവരുടെ ലാഭവും. സോ എന്തായിക്കോട്ടെ, ഈ ഒരു ഗെയിം നമുക്ക് ഹാപ്പിനെസ് തരുന്നു. നമ്മൾ അഡിക്റ്റ് ആയി കഴിഞ്ഞു. നമ്മുടെ ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ അകറ്റാൻ ഈ ഒരു ഗെയിം ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ നിലനിൽക്കെ ക്യാഷ് ചിലവാക്കി കോയിൻ പർച്ചേസ് ചെയ്യുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷെങ്കിൽ അവിടെയും കൊണാമിയുടെ പുതിയൊരു ചതി വന്നിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ ഷോപ്പിൽ ഈ ഫുട്ബോൾ കോയിൻ അവൈലബിൾ ആണ്. ഇവിടെ നിങ്ങൾക്ക് തൊട്ട് കഴിഞ്ഞ ദിവസത്തെ റേറ്റുമായിട്ട് ഒരുപാട് ഡിഫറൻസ് വന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. 89 റുപ്പീസിന് കിട്ടിയേക്കുന്ന 130 കോയിൻസ് തരുന്ന ആ ഒരു പാക്ക് എന്ന് പറയുന്നത് 110 ആക്കിയിട്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ആയിട്ടുണ്ട്. അതായത് ഓൾമോസ്റ്റ് 21 രൂപ വരെ ആ ഒരു പാക്കിന് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ പാക്കിനും ഇതുപോലെ ഒരുപാട് റേറ്റ് ഇൻക്രീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും കൊണാമി നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് ഗൈസ്. ഓൾറെഡി കോയിൻ ചിലവാക്കി എടുത്ത പാക്കിന് അല്ലെങ്കിൽ ഒരുപാട് ഇവൻറ്റും കാര്യങ്ങളൊക്കെ കളിച്ച് നമുക്ക് ഫ്രീ തന്ന കാർഡുകൾ തന്നെ ആയിക്കോട്ടെ, എന്ത് കഴിഞ്ഞാലും നമ്മുടെ ടൈമും കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടിയ കാർഡുകളുടെ ഓൾറെഡി ഉള്ള പവർ വരെ കുറച്ച് അവരുടെ ചീപ്പായിട്ടുള്ള ഈ ഒരു ബിസിനസ് തന്ത്രം എന്ന് പറയുന്നത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ഒരുപാട് യൂസ് ചെയ്യേണ്ട ഒരുപാട് ടൈം ഈ ഒരു ഗെയിമിന് വേണ്ടി ചിലവഴിക്കുന്നുണ്ട്. കളിക്കാനാണെങ്കിൽ പോലും ഇതുപോലെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ പോലും ഒരുപാട് ടൈം ഈ ഒരു ഗെയിമിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ യൂസേഴ്സിന് കിട്ടേണ്ട മിനിമം ജസ്റ്റിസ് പോലും നമ്മുടെ കൊണാമി നമുക്ക് തരുന്നില്ല എന്നുള്ള കാര്യം കൺഫേം ആണ് ഗൈസ്. നമ്മുടെ റൈക്കാർഡിനും അതുപോലെ തന്നെ ബുള്ളറ്റിൻ്റെ ഒക്കെ പോലുള്ള ഹൈപ്പ് ആയിട്ടുള്ള കാർഡുകൾ വരാനിരിക്കെ കൊണാമി ഇതുപോലുള്ള ഇൻക്രീസും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. കൊണാമി ഓൾറെഡി ഒരുപാട് കോയിനൊന്നും നമുക്ക് തരുന്നില്ല. നമുക്ക് ഒരു എപ്പിക്കും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ലെക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇയറിൻ്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ 1-2 എപ്പിക്ക് തന്നാലായി. ബാക്കി എപ്പിക്കൊക്കെ നമ്മൾ കോയിൻ കറക്കി തന്നെയാണ്, കോയിൻ പർച്ചേസ് ചെയ്തിട്ട് തന്നെയാണ് വാങ്ങിക്കുന്നത്. ആ ഒരു കോയിൻ്റെ പോലും റേറ്റ് കൂട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് അക്സെപ്റ്റബിൾ ഗൈസ്. ഈ ഒരു കൊണാമിയെ വെല്ലുവിളിക്കാനായിട്ട് മറ്റുള്ളൊരു ഗെയിം വരുന്നത് വരെയും തീർച്ചയായിട്ടും ഇതുപോലുള്ളൊരു കൊള്ളലാഭവും കാര്യങ്ങളൊക്കെ കൊണാമി ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ഡൗട്ടും വേണ്ട എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യം കണ്ടപ്പോൾ തന്നെ ഇതുപോലെ വീഡിയോ കാര്യങ്ങൾ ചെയ്യാൻ തോന്നി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ബൈ ഗൈസ്.